നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോളടിച്ച് തിമിർക്കുക എന്നത് എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു രീതിയാണ്. അസിസ്റ്റ് കൊടുത്ത് അതിന് സഹായം നൽകുക എന്നുള്ളത് കെവിൻ ഡി ബ്രൂയിനെയും സ്ഥിരമായിട്ട് ചെയ്തതാണ്. രണ്ടുപേരും ഒത്തൊരുമിച്ച് ഒരിക്കൽ കൂടി അതേ കാര്യങ്ങൾ ചെയ്തപ്പോൾ FA കപ്പിൻ്റെ 5th റൗണ്ടിൽ ലൂട്ടനെ മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചത് 2-6 ഗോളുകൾക്കാണ്. 5 ഗോളുകളാണ് അതിൽ എർലിംഗ് ഹാലൻഡ് നേടിയത്. ആ 5-ൽ 4 അസിസ്റ്റുകൾ നൽകിയത് കെവിൻ ഡി ബ്രൂയിനെയാണ്. ഡി ബ്രൂയിനെയും ഹാലൻഡും കൂടി ചേർന്ന ഏത് ടീമിനെയും കത്തിച്ച് ചാമ്പലാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. FA കപ്പിൻ്റെ 5th റൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങുമ്പോൾ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എർലിംഗ് ഹാലൻഡ്, ജാക്ക് ഗ്രീലിഷ്, ഡി ബ്രൂയിനെ, ബെർണാർഡോ സിൽവ എന്നിവർ ഒരുമിച്ചാണ് ആദ്യ 11-ൽ ഇറങ്ങിയത്. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ഡി ബ്രൂയിനെയും ഹാലൻഡും ചേർന്നുള്ള പണി തുടങ്ങിയിരുന്നു. ഡി ബ്രൂയിനയുടെ അസിസ്റ്റിൽ നിന്ന് ഹാലൻഡിൻ്റെ ഗോൾ പിറക്കുന്നു. 18-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഡബിൾ വരുന്നു. 40-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ഹാട്രിക്കും പൂർത്തിയാക്കുന്നു. ആദ്യ പകുതിയിൽ തന്നെ ഹാട്രിക്ക് അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ 42-ാമത്തെ മിനിറ്റിൽ ക്ലാർക്കിലൂടെ ഒരു ഗോള് ലൂട്ടൻ മടക്കി. രണ്ടാം പകുതിയിൽ 52-ാമത്തെ മിനിറ്റിൽ വീണ്ടും അദ്ദേഹം ഗോൾ അടിച്ചപ്പോൾ 3-2 എന്ന രൂപത്തിലേക്ക് കളി മാറിയതാണ്. പക്ഷേ 55-ാമത്തെ മിനിറ്റിൽ വീണ്ടും എർലിംഗ് ഹാലൻഡിൻ്റെ അടുത്ത ഗോൾ വരുന്നു. അവിടെയും അസിസ്റ്റ് നൽകിയത് KDB തന്നെയായിരുന്നു. 58-ാമത്തെ മിനിറ്റിലെ അടുത്ത ഗോൾ ഇത്തവണ ബെർണാർഡോ സിൽവയുടെ അസിസ്റ്റ്. അങ്ങനെ 5 ഗോളുകളാണ് എർലിംഗ് ഹാലൻഡ് അടിച്ചു കൂട്ടിയത്. 4 അസിസ്റ്റുകൾ കെവിൻ ഡി ബ്രൂയിനയുടെ പേരിലും പിറന്നു. 72-ാമത്തെ മിനിറ്റിൽ കൊവാസിച്ചിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 2-6 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് FA കപ്പിലെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.